നമസ്കാരം. ഞാനിന്ന് ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ഇത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടാണ് പറയുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ ഒരു യാത്ര പോയിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്ന വരവിൽ ഒരു കോഫി കുടിക്കാനായിട്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കോഫിക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ കോഫി വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വശത്ത് കാറ്റാടിപ്പാടങ്ങളാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന കാറ്റാടിപ്പാടം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതന്നെ. അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം കൂടെ ചിലവഴിക്കാൻ വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ ആ ഭംഗി കണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അതിൻ്റെ ഒരു വശത്ത് താഴെ ഉറുമ്പുകൾ ചിട്ടയോടുകൂടി എന്തോ പണിയെടുക്കുന്നു. അത് കാഷ്വലാണ്, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതിന്. ഉറുമ്പുകൾ മണ്ണിൽ ഇങ്ങനെ നിരനിരായി പോകുന്നതും വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ല. ഞാൻ ആ ഒരു രസത്തിന് അതങ്ങ് വീഡിയോ എടുത്തു മൊബൈലിൽ. എന്നിട്ട് വീട്ടിൽ വന്നത് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ധൃതിയോടുകൂടി ചിട്ടയോടുകൂടി ഇങ്ങനെ ഉറുമ്പും അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു കൗതുകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെക്കുറിച്ച് എന്തിനായിരിക്കാം ഇത് ചെയ്യുന്നത് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഉറുമ്പുകൾ കൂട് നിർമ്മിക്കുന്ന സമയമാണ്. ഉറുമ്പുകൾ ഇലകളിലും അതുപോലെ തന്നെ മരത്തിലും മണ്ണിലും കൂടുകൾ നിർമ്മിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മണ്ണിലാണ് കൂടുകൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. മീറെന്നറിയപ്പെടുന്ന ഉറുമ്പ് ഇലകളിൽ കൂട് നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില മരത്തില് കറുത്ത തേൻ ഉറുമ്പ് ഇങ്ങനെ കൂട് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ണിൽ കുറച്ചുകൂടെ വലിയ സൈസ് ഉറുമ്പുകളാണ് കൂട് വയ്ക്കുന്നത്. അപ്പൊ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഉറുമ്പുകളുടെ ജീവിത രീതി ഒരു ചിട്ടയായ ഒരു സാമൂഹിക ജീവിതം പങ്കുവയ്ക്കുന്ന ജീവിയാണ് ഉറുമ്പുകൾ എന്നാണ് പറയുന്നത്. ഉറുമ്പുകൾ കൂട്ടമായിട്ടാണ് ഏത് ജോലിയും ചെയ്യുന്നത്. ഇതിൽ ഉറുമ്പുകൾ കൂട് നിർമ്മിക്കുമ്പോൾ, മണ്ണിൽ കൂട് നിർമ്മിക്കുമ്പോൾ ഇവയുടെ താടിയെല്ല് കൊണ്ട് മണ്ണിനെ മൃദുവാക്കുന്നു. അതിനുശേഷം പിൻകാലുകൾ കൊണ്ട് അവ അതിനെ ചവിട്ടിക്കുഴയ്ക്കുന്നു. എന്നിട്ട് ചെറിയ ചെറിയ തൂണുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അറകൾ രൂപത്തിൽ കൂട് നിർമ്മിക്കുന്നു. മേളിലും താഴെ 2 നിലകളായിട്ടുള്ള അറകളാണ് ഉണ്ടാക്കുന്നത്. താഴത്തെ നിലയിൽ രാജ്ഞിക്കും മുട്ടകൾക്കും വസിക്കാനുള്ളതാണ്. മേളിലത്തെ അറ ഇവ ശേഖരിച്ചു കൊണ്ടുവരുന്ന തീറ്റകൾ സൂക്ഷിക്കാനുള്ളതാണ്. ഈ വീട് നിർമ്മിക്കുമ്പോൾ ഇവയുടെ വായിൽ നിന്നൊരു ദ്രാവകം വരുന്നുണ്ട്. ഈ ദ്രാവകം സിമന്റ് പോലെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ആഹാരം തേടി ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാസവസ്തു ഉപയോഗിച്ചൊരു പാത നിർമ്മിക്കുന്നു. ഫെറമോണുകൾ എന്നാണ് ആ രാസവസ്തുവിന്റെ പേര്. ഈ രാസവസ്തു ഉപയോഗിച്ച് ഇവ പാത നിർമ്മിക്കുമ്പോൾ എത്ര ദൂരം പോയാലും വഴി തെറ്റാതെ തിരിച്ച് ഇവയ്ക്ക് കൂട്ടിലെത്താൻ കഴിയുന്നു. മറ്റൊരു പ്രത്യേകത, ഇവ വായു സഞ്ചാരത്തിന് പ്രത്യേക അറ ഉണ്ടാക്കുന്നു. പിന്നെ ഒരു വാതിലും നിർമ്മിക്കുന്നു. തന്നോടൊപ്പം, അതായത് ഉറുമ്പിന്റെ വലിപ്പത്തിലാണ് വാതിലുകൾ നിർമ്മിക്കുന്നത്. അതിനാണെന്ന് വെച്ചാല് തന്നെക്കാൾ വലിപ്പത്തിൽ ഉണ്ടാക്കിയാൽ ശത്രുക്കൾ അതിനകത്ത് കയറും. അതുകൊണ്ട് തന്നെക്കാൾ വലിപ്പത്തിലുള്ള വാതിലുകൾ അവ നിർമ്മിക്കാറില്ല, കാരണം ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ. അപ്പോൾ ഉറുമ്പിന്റെ ഈ ജീവിത രീതി മനുഷ്യനെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്. യാഥാർത്ഥ്യമായിട്ട് ഞാനിങ്ങനെ ഈ കാഴ്ച കണ്ടതുകൊണ്ടാണ് ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് പ്രേക്ഷകരോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നന്ദി, നമസ്കാരം.